തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിയായ പ്രേംകുമാറിൻ്റെ സാക്ഷ്യമാണ് സാക്ഷി കൂടാരത്തിൻ്റെ ഇന്നത്തെ അധ്യായം. ശൈശവപ്രായത്തിൽ തന്നെ മരണത്തിലേക്ക് വഴുതി വീണ പ്രേംകുമാറിന് ജീവൻ നൽകിയ ദൈവം ഇദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ജീവിതത്തിൽ വഴി നടത്തിയ അത്ഭുത സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ സ്കൂളിൽ ജോലി ചെയ്യുന്ന പ്രേംകുമാർ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളിലും യേശുവിനെ മറ്റുള്ളവരോട് പറയുവാൻ ഉത്സുകനാണ്. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു സാക്ഷ്യമാണ് ഞാൻ നിങ്ങളോട് ഒപ്പം പങ്കുവയ്ക്കുന്നത്. ഞാൻ കുഞ്ഞുനാളിൽ ആയിരുന്നപ്പോഴും എൻ്റെ ജീവിതത്തിൽ വന്ന അനുഭവ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ മാതാപിതാക്കൾ സാധുക്കളാണ്. അതിന് പ്രകാരം ഞാൻ ക്രിസ്തീയ ജീവിതത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു മകനാണ്. എൻ്റെ അമ്മയ്ക്ക് 6 മക്കളാണ്. അതിൽ ഏറ്റവും ഇളയ മകനാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ പറഞ്ഞു കേട്ടതാണ്, ഞാൻ കുഞ്ഞുനാളിൽ ഞാൻ മരിച്ചുപോയ ഒരു മകനാണ്. കാരണം എങ്ങനെയെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട് കുഞ്ഞു വീടാണ്. അതിൻ്റെ മേളിൽ ഒരു തിണ്ണപുരം ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആര് വന്നാൽ ഇരിക്കാനുള്ളതാണ്. അതിന് പ്രകാരം എന്നെ അതിൻ്റെ മേളിൽ കിടത്തിയിട്ട് അമ്മ വേറെ ജോലിക്ക് പോയ സമയത്ത് ഞാൻ കമണ്ണ് വീണു. പിന്നെ എനിക്ക് ബോധമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന് നോക്കിയപ്പോൾ എനിക്ക് ജീവനില്ല എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത്. രാത്രി സമയമായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ നോക്കിയപ്പോൾ ഞാൻ മരിച്ചുപോയി എന്നാണ് എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞത്. അതുകൊണ്ട് അവർ നേരം വെളുക്കുന്നത് വരെ ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് വെച്ചിരുന്നു. എൻ്റെ അമ്മ ജീവിതത്തിൽ പ്രാർത്ഥനയും ഉള്ള ഒരു അമ്മയാണ്. അമ്മയുടെ പ്രാർത്ഥന ഫലം ഇങ്ങനെയാണ്: ഈ മകൻ ജീവിച്ചാൽ യേശുവിന് വേണ്ടി ഈ മകൻ നൽകും, യേശുവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ഒരു മകനായി മാറും എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അതിന് പ്രകാരം തിരിച്ച് വെളുപ്പിന് 3:30-4 മണിയോട് അടുപ്പിച്ച് എനിക്ക് ജീവൻ തിരിച്ച് വന്നെന്നും എൻ്റെ അമ്മ പറഞ്ഞു. അത് എനിക്ക് ഈ പറയാൻ കാരണം, എൻ്റെ ജീവിതത്തിൽ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: മകനെ, നീ യേശുവിന് വേണ്ടി ജീവിക്കണം, യേശുവിന് വേണ്ടി നിലനിൽക്കണം. ഞാൻ നിന്നെ അങ്ങനെയാണ് നേർന്നത് എന്ന് പറഞ്ഞു. അതിന് പ്രകാരം ആ ജീവിതത്തിലും എന്നെ ദൈവം കരകയറ്റി. ഈ 3.5 വയസ്സിൽ എൻ്റെ അമ്മ ആ തിണ്ണയിൽ കിടത്തിയപ്പോൾ ഞാനത് ഉറക്കത്തിൽ ഞാൻ തിരിച്ച് കമഴ്ന്ന് താഴോട്ട് വീണു. ആ തിണ്ണയിൽ നിന്ന് താഴോട്ട് വീണപ്പോൾ എനിക്ക് ആദ്യം ബോധക്കേട് വന്നു. ഒടുക്കം പറഞ്ഞു, അമ്മയും അപ്പനും പറഞ്ഞു ഞാൻ മരിച്ചുപോയി എന്നാണ് പറഞ്ഞത്. അവർ ഇത് എടുത്തു വെച്ച് അങ്ങനെ എത്രയും മണിക്കൂറോളം, അതായത് എൻ്റെ അമ്മ പറഞ്ഞ സമയം അനുസരിച്ചാണെങ്കിൽ രാത്രി 8:30-9 മണി സമയത്താണ് ഞാൻ വീണത് എന്നാണ് പറഞ്ഞത്. രാത്രി ഇതും പ്രകാരം രാത്രി വീണെങ്കിലും അമ്മ ഇത് എടുത്തു വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അതും പ്രകാരം മണിക്കൂറോളം പ്രാർത്ഥിക്കുകയും പിന്നെ അമ്മ പറഞ്ഞു ഇനി എന്തായാലും നാളെ നേരം വെളുക്കട്ടെ, എന്നിട്ട് ആൾക്കാരെ അറിയിച്ചിട്ട് നമുക്കെന്തും ചെയ്യാം മകന് എങ്കിലും അങ്ങനെ പറഞ്ഞ് അവർ ഇരുന്നെങ്കിലും ദൈവം എന്നെ കൈവിട്ടില്ല. കാരണം അമ്മയുടെ പ്രാർത്ഥന, അമ്മ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർന്നപ്പെട്ട അമ്മയാണ്. അമ്മ പ്രാർത്ഥനയും രാത്രിയും പകലും ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അമ്മയുടെ ആ പ്രാർത്ഥനയുടെ ഫലം ദൈവം അത് കേട്ടു. കാരണം വെളുപ്പിന് 3-3:30 സമയത്താണ് എനിക്ക് തിരിച്ച് ശ്വാസം വിടുന്നെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ അത്രമേൽ ദൈവത്തോട് യാചിച്ച് ചോദിച്ചു. ആ സമയത്താണ് അമ്മ പിന്നെയും ദൈവത്തോട് പറഞ്ഞത്, ഈ മകനെ ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ നേർന്നുകൊള്ളാമെന്ന് പറഞ്ഞത്. എൻ്റെ ഓർമ്മ അമ്മ പറഞ്ഞു കേട്ടതാണ്. എൻ്റെ വീട്ടിൽ അനേകർ വന്ന് കൂടിയപ്പോൾ എന്നാണ് പറഞ്ഞത്. 3-4 പേര് വെളുപ്പിന് വന്ന് കൂടിയെന്നാണ് പറഞ്ഞത്. എൻ്റെ കൊച്ചച്ഛനും അവരെ ബന്ധുക്കൾ എല്ലാം വന്ന് കൂടിയെന്നാണ് പറഞ്ഞത്.
ഞാൻ മരിച്ചു പോയല്ലോ ഈ ലോകത്തുനിന്നും. പക്ഷേ വെളുപ്പിനായപ്പോൾ എല്ലാവരും വന്ന് കൂടിയപ്പോൾ എനിക്ക് ശ്വാസമുണ്ട്. ഇങ്ങനെ ചർച്ചിലൊക്കെ പോവുകയും എല്ലാം ചെയ്യുകയാണെങ്കിലും ഞാൻ ഏറ്റവും ഇളയ മകനാണ്. ആ കാലങ്ങൾ കഴിഞ്ഞു. വീണ്ടും ഞങ്ങൾ പഠിച്ചു. അത് പഠിക്കാനൊക്കെ അല്പം സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും 6 മക്കളാണല്ലോ, ഞാൻ ഏറ്റവും ഇളയ ആളാണല്ലോ. അതിന് പ്രകാരം ഞാൻ അങ്ങനെ വളർന്നു ചെന്നപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് വർഷം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വീണ്ടും എൻ്റെ ശരീരം മൊത്തം പൊള്ളുവാൻ ഇടയായി. തൊലി എല്ലാം പൊളിഞ്ഞ ഒരവസ്ഥയായി. കാരണം അത് ഒരു പാമ്പിൻ്റെ പുറം പൊളിയുന്നത് പോലെ എൻ്റെ ശരീരം പൊളിഞ്ഞു തുടങ്ങി. എനിക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല, എനിക്ക് പഠിക്കാൻ പോകാൻ പറ്റാത്ത ഒരവസ്ഥയായി. ഇതെല്ലാം എൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു വിടുതലാണ്, ഒരു അനുഗ്രഹമാണ്. എൻ്റെ ജീവിതത്തിലും എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. അതിന് പ്രകാരം എൻ്റെ മാതാവ്, ഞാൻ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്താണ് എൻ്റെ മാതാവ് ഈ ലോകത്തു നിന്നും വേർവിട്ടു പോയി. അത് കഴിഞ്ഞു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു. വീണ്ടും ആ സമയം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ജോലിക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ അത് പറ്റിയില്ല. പിന്നെ വേറെ കൊച്ചു ജോലിക്ക് വേണ്ടി ഞാൻ പോകാൻ തുടങ്ങി. അതിന് പ്രകാരം പിന്നെയും എനിക്ക് വേറെ ഒരു സ്ഥാപനത്തിൽ സ്വകാര്യ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞാൻ 10ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. അതിന് പ്രകാരം ഞാൻ വേറെ ഒരു സ്വകാര്യ സ്കൂളിൽ എനിക്ക് ജോലി കിട്ടുകയും ആ ജോലിയിൽ ജോലി ചെയ്യാൻ കയറുകയും ആ സ്വകാര്യ സ്കൂളിൽ ജോലി ചെയ്യാൻ തുടങ്ങി. അവിടെ എനിക്ക് ഒരു മാറ്റമുണ്ടായി. അവിടെയും എന്നെ ദൈവം അവിടെ നിന്ന് വിടുവിച്ച്. കാരണം ഞാൻ എപ്പോഴും പോയിരുന്നാലും വീട്ടിൽ പോകുമ്പോഴും വരുമ്പോഴും എവിടെ പോയിരുന്നാലും ചന്ദനക്കുറിയും സിന്ദൂരവും നെറ്റിൽ ചാർത്തി ഞാൻ നടക്കുന്നതായിരുന്നു. എനിക്കൊരു രുദ്രാക്ഷ മാലയുണ്ടായിരുന്നു. ആ മാല ഇട്ടുകൊണ്ട് ഞാൻ പോവുകയും വരികയൊക്കെ ചെയ്യുള്ളൂ. പക്ഷേ ആ സ്ഥാപനത്തിൽ എനിക്കറിയില്ലായിരുന്നു, വേറെ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. എന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയാണ്, എന്നാൽ വചനത്തിൽ മുതിർന്ന ഒരാളും കൂടെയായിരുന്നു. എന്നാൽ രഹസ്യത്തിൽ ആ ബ്രദർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അതിന് പ്രകാരം എൻ്റെ മനസ്സ് എങ്ങനെ ഞാൻ അറിഞ്ഞില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ പിറ്റേ മാസം ഞാൻ ഇതുപോലെ വന്നപ്പോൾ ഞാൻ ആ മാല വേറൊരു വ്യക്തിക്ക് ഞാൻ ഊരി കൊടുക്കുകയും അതിന് പ്രകാരം രണ്ടാമത് എൻ്റെ കഴുത്ത് നോക്കിയപ്പോൾ ആ മാല ഇല്ലായിരുന്നു. ദൈവത്തോട് ആ ബ്രദർ പ്രാർത്ഥിക്കുകയും അതിന് പ്രകാരം എൻ്റെ മനസ്സ് രൂപാന്തരപ്പെടുകയും ചെയ്തു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ആ ദേവദാസൻ പുള്ളിയുടെ വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കുകയും കൊണ്ടുപോവുകയും ചെയ്തു. ആ ദേവദാസൻ്റെ ഭവനത്തിൽ വേറൊരു ദേവദാസനും ഉണ്ടായിരുന്നു, അതായത് പ്രിയ സഹോദരനാണ്. അതും പ്രകാരം ചെന്ന് സംസാരിക്കുകയും എല്ലാം ചെയ്തപ്പോൾ ഒരു ദൈവ സാന്നിധ്യം അപ്പോൾ എൻ്റെ മേലെ ഇറങ്ങി. എനിക്ക് തന്നെ അറിയില്ല എൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയൊരു അനുഭവം ദൈവം തന്നത്. ആ ദൈവദാസനെ കാണാൻ കാര്യം, ഞാൻ സ്വകാര്യ സ്കൂളിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജോലി ചെയ്യുന്ന സ്കൂള്, അവിടെ ഞാൻ കണ്ടുമുട്ടിയത് ആ ദൈവദാസൻ. ആ ദൈവദാസനെന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത്. ആ വ്യക്തി എന്നോട് സംസാരിക്കുകയും എന്നെ ആ ദൈവദാസൻ്റെ ആ കൂട്ടത്തിൽ എന്നെ അവിടെ വിളിച്ചുകൊണ്ട് പോവുകയും അവർ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ എന്നെ കൊണ്ടുപോയത് വേറൊരു വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. പക്ഷേ ആ വീട്ടിൽ വേറെ ആൾക്കാരുള്ള സമയത്ത് എന്നെ പുറത്ത് ഒരു വസ്തു, അതായത് പുറത്തൊരു വിളയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് നമ്മൾ സംസാരിക്കുകയും അവിടെ നിന്നപ്പോൾ ഒരു വല്ലാത്ത ഒരു ദൈവ സാന്നിധ്യം, അതായത് എൻ്റെ ശരീരം മൊത്തം ചൂട് അനുഭവപ്പെട്ടു. അതിന് പ്രകാരം ഞാൻ ദൈവത്തിൽ കൂടുതൽ അറിയുകയും അവിടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ ആ പ്രിയ സഹോദരൻ പറഞ്ഞു, ഞങ്ങൾക്ക് വേറൊരു കൂട്ടായ്മയുണ്ട്, ആ കൂട്ടായ്മയിൽ വരാമോ എന്ന് ചോദിച്ചു. അതിന് പ്രകാരം ഞാൻ പോയ സഭയിൽ, അതായത് കൂട്ടായ്മയിൽ പങ്കെടുക്കുകയും അവിടെ ചെന്ന് ആരാധിക്കുകയും ചെയ്ത സമയങ്ങൾ ഒത്തിരി ദിവസങ്ങളുണ്ട്. അതായത് 2010 ആണ് ഞാൻ അവരെ കൂടെ ചേരാൻ ഇടയായത്. അതിന് പ്രകാരം ആ 2010, 11, 12 ഇങ്ങനെ 3-4 വർഷത്തോളം ആ സഭയിൽ പോയി ആരാധിക്കുക, ആത്മസാന്നിധ്യം പകരുവാനും ദൈവകൃപയിൽ ബലപ്പെടുവാനും ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ അഭിഷേകം പകരുവാൻ ദൈവം, സർവശക്തനായ ദൈവം അവിടെ ഇടയായി. അത് കഴിഞ്ഞു, വർഷങ്ങളോളം കഴിഞ്ഞു. ഈ തൊട്ടടുത്ത് തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ സ്വകാര്യ സ്കൂളിൽ ജോലി ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഞാൻ മെക്കാനിക്കലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മെക്കാനിക്കലായിട്ട് വർക്ക് ചെയ്യുമ്പോഴും അനേക വർക്കുകളുണ്ടല്ലോ, എങ്കിലും ടയറിൻ്റെ ഫില്ലിംഗ് ഉണ്ട്, ടയർ അടിച്ചിളക്കി സെറ്റ് ചെയ്യുക, അത് ഫില്ലിങ്ങാണ്. അത് നിറച്ചുകൊണ്ട് നിന്ന സമയത്ത്
ടയർ, അതായത് തൊട്ടടുത്ത കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നിലാണ് ഈ സംഭവം നടന്നത്. ടയർ പൊട്ടിത്തെറിക്കുകയും അതിൽ പ്രകാരം എനിക്ക് എൻ്റെ ഈ ഇടത് സൈഡ് മുഴുവനും മണ്ണും പൊടിയും കൊണ്ട് അടഞ്ഞ് ചെവി കേട്ടൂടാത്ത ഒരവസ്ഥയായിരുന്നു ഈ സൈഡ് മൊത്തം. അങ്ങനെ 3-4 ദിവസം ചെവിയുടെ ഒരു വല്ലായ്മയായിരുന്നു, അത് കേൾക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസനോ ഒന്നും ഇടവരുത്തല്ലേ. ദൈവത്തിൽ ഞാൻ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു പൈതലാണ്, ദൈവത്തിന് വേണ്ടി നിലനിൽക്കാം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിന് പ്രകാരം എല്ലാവരും പറഞ്ഞ് ആശുപത്രിയിൽ പോകണം. ആശുപത്രി പോയി ചെക്ക് ചെയ്തു, വേറെ കുഴപ്പമില്ല. എങ്കിലും എൻ്റെ ശരീരം മൊത്തം ആ സമയത്ത് പൂർണ്ണമായി മാറി, പൊള്ളി അടന്നു. ഇപ്പോൾ ദൈവം സുഖം തന്നു. അത് ഏറ്റവും ദൈവത്തിന് വൻകോടി നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ നാളുകൾ ഇത്ര വലിയൊരു സാക്ഷ്യമായി ദൈവം അവരെ അനുഗ്രഹിച്ചു. കാരണം ആ ടയർ പൊട്ടിത്തെറിച്ചപ്പോൾ തന്നെ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടാനുള്ള അവസ്ഥയായിരുന്നു. അത്ര ഒരു ഭയാനമായ ഒരു സൗണ്ടാണ് അവിടെ കേട്ടത്. അതായത് വലിയൊരു ബോംബിട്ടതുപോലെ ഒരു സൗണ്ട് കേട്ടു. അതും പ്രകാരം എനിക്ക് ഈ സൈഡ് മൊത്തം പോയി, അത് പോയെന്ന് വെച്ചാൽ തെറിച്ച് മണലും പൊടിവാരങ്ങളായി. അതിന് പ്രകാരം എൻ്റെ ശരീരം മൊത്തം പൊള്ളി. ഇപ്പോൾ എനിക്ക് സുഖമായി. ദൈവത്തോട് പ്രാർത്ഥിക്കുകയും മറ്റു സുവിശേഷകന്മാരോടൊപ്പം വിളിച്ച് പറയുകയും അതിന് പ്രകാരം അവർ മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കുകയും ഞാനും അതിൽ കൂടെ പ്രാർത്ഥിക്കുകയും ഫോൺ വഴി നിരന്തരം കർത്താവിൻ്റെ ദാസന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നു. അതിന് പ്രകാരം എനിക്ക് ഇപ്പോൾ നല്ലൊരു വിടുതലും ആശ്വാസവും ആണ് എനിക്ക് തന്നത് ദൈവം. ഇതിന് പ്രകാരം അതുപോലെ വേറൊരു സാക്ഷി എന്ന് പറയുമ്പോൾ എൻ്റെ ഈ സൈഡിൽ എനിക്കൊരു ചെറിയൊരു കഴല പോലെ എനിക്ക് തന്നെ തോന്നി, ഒരു കഴല പോലെ ഉണ്ടായത്. ഞാൻ യൂട്യൂബിൽ പല സുവിശേഷങ്ങളും പ്രസംഗങ്ങളും ഞാൻ കേൾക്കാറുണ്ട്. പല ദൈവദാസന്മാരുടെ പല സുവിശേഷകന്മാരുടെ ഞാൻ ഇത് കേൾക്കാറുണ്ട്. എന്നാൽ ഞാനും അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുക എന്ന് ദൈവദാസന്മാർ പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഈ സൈഡിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും അതിൽ നിന്നും അപ്പോൾ തന്നെ ആ കഴല അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ആ ഒരു വീക്കം അത് അപ്പോൾ തന്നെ അപ്രത്യക്ഷമാകുകയും ദൈവം എന്നിൽ കൂടെ അതും ഒരു വലിയൊരു വിടുതലാണ് തന്നത്. ദൈവം എന്നിൽ കൂടെ വേറെ ഒരു അത്ഭുതം ചെയ്തെന്ന് വെച്ചാൽ, എനിക്ക് വലുതായിട്ട് വായിക്കാനും വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. മലയാളം തന്നെ വ്യക്തമായിട്ട് വായിക്കുവാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ദൈവത്തോട് ബൈബിൾ എൻ്റെ അടുത്ത് വെച്ചു ഞാൻ ചേർത്ത് പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിന് പ്രകാരം ദൈവം ഒരു വെളിച്ചമായി തീർന്നു. ഞാൻ രാത്രി കിടക്കുമ്പോൾ നല്ലൊരു സ്വപ്നമായി തീർന്നു. ദൈവം എൻ്റെ മുന്നിൽ നേരിട്ട് പറഞ്ഞതുപോലെ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നുള്ള ആ വചനം പോലെ തന്നെ എനിക്ക് തന്നു. അതിന് പ്രകാരം ഞാൻ മലയാളം വായിക്കുകയും എടുക്കുകയും ചെയ്തു. അങ്ങനെ ബൈബിൾ വായിക്കുവാൻ തന്നെ അടുത്ത് മുന്നേറുന്നു. ബൈബിൾ വായിക്കുമ്പോൾ ചില വാക്കുകൾ വായിക്കുവാൻ തന്നെ പറ്റാത്ത അവസ്ഥയായി. എന്നാൽ ഞാൻ ദൈവത്തോട് ചോദിക്കും, ദൈവമേ ഇത് വായിച്ച് പൂർത്തീകരിക്കണമല്ലോ. അങ്ങനെ പുതിയ നിയമം ഫുള്ളും ആ പുസ്തകം വായിച്ച് തീർക്കുവാൻ ദൈവം എന്നെ ശക്തനാക്കി. വായിച്ച് അതിൽ നിന്നും ദൈവം എന്നെ ശക്തനാക്കി. അതിന് പ്രകാരം ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കാൻ പറഞ്ഞു. എൻ്റെ ദൈവം എനിക്ക് വായിക്കുവാൻ അറിയാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ദൈവം ഇപ്പോൾ എനിക്ക് മലയാളം വായിക്കുവാൻ, നന്നായി വായിക്കുവാൻ ദൈവം എന്നെ ശക്തനാക്കി. പല സ്വപ്നത്തിൽ കൂടെ ഞാൻ കണ്ടു. ഇതുപോലെ ഞാൻ വിഷയത്തിൽ വരികയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു അത്ഭുതം എന്ന് വെച്ചാൽ, പിന്നെ സ്വപ്നത്തിൽ കൂടെ കാണുവാൻ പല ഭയാനകളുടെ അവസ്ഥകളിൽ നിന്നും ദൈവം ഞങ്ങളെ ഒരു വഴി ഒരുക്കി. ചെങ്കടലിനെ രണ്ടായിട്ട് ഉപയോഗിച്ചതുപോലെ, ഞാൻ സ്വപ്നം പോലെ കണ്ടതാണ്. ചെങ്കടലിനെ രണ്ടായിട്ട് ഉപയോഗിച്ചതുപോലെ വെള്ളം രണ്ടായിട്ട് മാറി ഈ നടുക്കൂടെ ഞാൻ കടന്നു പോകുന്ന അവസ്ഥ എന്നിൽ മുമ്പേ വേറൊരു വ്യക്തി പോകുന്നു. അത് കർത്താവായ യേശുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വ്യക്തി എന്നിൽ പോകുമ്പോഴും ഞാൻ അതിൻ്റെ പുറകെ പോകുന്നു. എന്നെ അക്കരെ കയറ്റി വിട്ടു. പക്ഷേ എൻ്റെ കൂടെ ഉള്ള ആൾക്കാരും വരാനൊത്തില്ല. കാരണം ദൈവത്തിൽ എന്നെപ്പറ്റി എന്തോ ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ കൃപയിൽ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ അമ്മ എന്നെ പണ്ട് നേർന്നതുപോലെ ഇതൊരു ദൈവ പൈതലായിട്ട് ജീവിക്കണം എന്ന് എൻ്റെ അമ്മ പണ്ട് നേർന്നതുപോലെ അവരുടെ പ്രാർത്ഥനയുടെ ആ ഒരു ഫലമായി ദൈവം ഇന്നും എന്നെ പല വ്യക്തികളുടെ വീട്ടിൽ പോകുമ്പോഴും അവിടെ ചെന്ന് ഒരു പാട്ട്, ഒരു പ്രാർത്ഥിക്കുവാൻ ഇപ്പോഴും ദൈവം എന്നെ ശക്തനാക്കി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ഒന്നുമല്ല, ദൈവത്തിൽ നിന്നും കിട്ടിയ ഒരു അനുഗ്രഹമാണ്.
അത് ഇപ്പോഴും ഞാൻ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആശുപത്രിയിൽ പോയിരുന്നാലും ഒരു ഭവനത്തിൽ പോയിരുന്നാലും, കഴിഞ്ഞ നാളിൽ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് സുഖമില്ലാതെ ഭവനത്തിലായിരുന്നു, ആക്സിഡൻ്റ് ഉണ്ടായി ഭവനത്തിലായിരുന്നു. ആ വീട്ടിൽ പോയപ്പോൾ ഞാൻ തിരിച്ച് പ്രാർത്ഥിക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ അപ്പോൾ ദൈവം എനിക്കൊരു ആലോചന തന്നു, എന്തിന് നീ വെറും കൈയോടെ പോകുന്നു, എന്തിന് നീ അവിടെ നിന്ന് വെറുതെ പോകുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ നിന്ന് പ്രാർത്ഥിക്കാനാണ്. എൻ്റെ ദൈവം അപ്പോഴും എന്നോട് സംസാരിച്ചു. ഞാൻ അവിടെ ചെന്ന് പ്രിയ സഹോദരൻ കിടക്കുകയായിരുന്നു, ഇറങ്ങി നടക്കാൻ പറ്റില്ല. ആ പ്രിയ സഹോദരൻ വീൽ ചെയറിലായിരുന്നു കൊണ്ടുപോവുകയും ബാത്റൂമിൽ കൊണ്ടുപോവുകയും എടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഈ സമയമൊക്കെ നമ്മൾ മറ്റുള്ളവരും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ നേരത്തെ പോയി കണ്ടെങ്കിലും എന്നോട് പറഞ്ഞു, ആ സുഹൃത്തിനെ ചെന്ന് കാണാൻ പോയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ പോകാം എന്ന് പറഞ്ഞു. ഞാൻ ഏദർശ്യമായിട്ട് വേറൊരു ചേട്ടൻ്റെ കൂട്ടത്തിൽ പോവുകയും അവിടെ ചെന്ന് ആ ഭവനത്തിൽ ചെന്ന് നിൽക്കുകയും ഇരിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക പോരാൻ സമയത്ത് ദൈവം എന്നോട് സംസാരിച്ചു, നീ എന്തിന് വെറും കൈയോടെ പോകുന്നു, അത് പ്രാർത്ഥിക്കും. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ആ പ്രിയ സഹോദരൻ്റെ കൈ എന്നിൽ കരം കോർത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം ചെയ്തിട്ടെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ആ സഹോദരൻ ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റർ ഇട്ട് കിടക്കുകയായിരുന്നു. ആ പ്ലാസ്റ്റർ എടുത്തപ്പോൾ അപ്പോൾ തന്നെ കാല് ഊന്നുവാൻ ദൈവം അവിടെ ശക്തനാക്കി. കാരണം അത് പ്രാർത്ഥനയോടെ ആയിരിക്കും ദൈവം അവിടെ വെളിപ്പെടുത്തിയത്. ദൈവത്തിൻ്റെ പൊൻകരം അവിടെയും ആ പ്രിയ സഹോദരൻ കൂടെ ദൈവം അവിടെ ഇടയാക്കി. അതും പ്രകാരം ദൈവം പല സമയത്തും ജീവിതത്തിൽ എനിക്കും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എൻ്റെ കുടുംബത്തിനകത്തും പ്രതിസന്ധികളും കുടുംബങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട്. അനവധി കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ സർവശക്തനായ ദൈവം അതെന്നെല്ലാം മാറ്റി. ദൈവം വലിയവ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. അത് എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും മതി വരാത്ത ആ യേശു ദൈവം ഞങ്ങളോട് കൂടെയുള്ള കൃപയ്ക്കായി ഇത്ര വലിയ അനുഗ്രഹങ്ങൾ തന്നു ഞങ്ങളെ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹം കഴിച്ച് 2006 വിവാഹം കഴിച്ചത്. ഞാനത് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കപ്പെട്ട ഒരു കുഞ്ഞിനാണ് ഞാൻ വിവാഹം കഴിച്ചത്. അതും പ്രകാരം ഞങ്ങൾക്ക് പിറ്റേ വർഷം എന്ന് പറയുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഒരു പെൺ കുഞ്ഞിനെ നമുക്ക് ദൈവം ദാനമായി തന്നു. അത് വളർന്നു ഇങ്ങനെയായിരുന്നു. ഒരു സമയത്ത് ഞാൻ നമ്മുടെ സഭയിൽ നിന്നും ഒരു ടൂർ പോകണം എന്നുള്ള ഉണ്ടായിരുന്നു. ആ സമയത്ത് ടൂർ പോണ സമയത്ത് ഞാനും എൻ്റെ കുഞ്ഞിനെയും നമ്മളന്ന് ഒരു കട്ടിലിൽ കിടത്തിയിട്ട് പെട്ടെന്ന് നേരം വിളക്കാറായപ്പോൾ അവിടെ കറണ്ട് പോയി. ആ കറണ്ട് പോയ സമയത്ത് നമ്മൾ മെഴുകുതിരി കത്തിച്ചു ജനലിൻ്റെ സൈഡിലേക്ക് വെച്ചിട്ട് ഞാനൊരു ആവശ്യമായിട്ട് പുറത്തോട്ട് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് അവൾ കിച്ചണിലേക്ക് പോയ സമയത്ത് ഇവിടെ ഒരു സ്മെല്ല് പോലെ തോന്നി. നോക്കിയപ്പോൾ ഈ മെഴുകുതിരി കർട്ടനിൽ കത്തിപ്പിടിച്ചു, വീട്ടിൻ്റെ സൈഡിൽ കൂടെ കത്തിപ്പിടിച്ചു. അപ്പോൾ കുഞ്ഞ് തൊട്ടടുത്ത് കിടക്കുകയായിരുന്നു. നമ്മൾ ഓടി വന്ന് നോക്കിയപ്പോൾ ജനൽ വഴി തീ കത്തുന്നു, എന്ത് ചെയ്യണമെന്നറിയില്ല. പെട്ടെന്ന് ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് വെളിയിലിറങ്ങി. അവൾ എൻ്റെ ഭാര്യയുടെ കയ്യിൽ തന്നെ ഞാൻ പിന്നെ കുഞ്ഞിനെ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ വെള്ളമെടുത്തു അണയ്ക്കുവാൻ ഇടയായി. കാരണം ആ തീ പടന്ന് കത്തിയെങ്കിൽ തൊട്ട് താഴെ കുഞ്ഞ് കട്ടിലിൽ കിടന്നെങ്കിൽ മെത്തയുടെ പുറത്ത് തീ പിടിക്കുമായിരുന്നു. എന്നാലും ദൈവം ആ കുഞ്ഞിനെയും ദൈവം അവിടെ വലിയൊരു അത്ഭുതം തന്നെ ചെയ്തു എൻ്റെ ജീവിതത്തിൽ. ഇപ്പോൾ എനിക്ക് വേറൊരു കുഞ്ഞും കൂടെ ഉണ്ട്. 2 കുഞ്ഞുങ്ങളാണ്, 2 പെൺമക്കളാണ്. മൂത്ത മകൾ ഇപ്പോൾ +2 ആണ്, രണ്ടാമത്തെ മകൾ 3ാം സ്റ്റാൻഡേർഡാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു, ഒരാൺകുഞ്ഞായിരുന്നു. അത് ഞങ്ങളെ വിട്ടു പോയി. കാരണം പ്രസവത്തോട് അനുബന്ധിച്ച് ആ കുഞ്ഞ് ഞങ്ങളെ വിട്ട് മാറിപ്പോയി. അതൊരാൺകുഞ്ഞായിരുന്നു. അതിന് പ്രകാരം നമ്മൾ കൂടുതൽ ദൈവത്തോട് അറിയുകയും കൂടുതൽ പിന്നെയും ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും ദൈവം ആ കുഞ്ഞുങ്ങളെ ഇത്രത്തോളം ദൈവം കരുതുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവം ചെയ്ത നന്മ, അതായത് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടായില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ നടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൽ കൂടെ എന്നെ നടന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും നിനക്കൊരു അനർത്ഥവും ഭവിക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ഞാൻ വചനങ്ങൾ വായിക്കുമ്പോഴും ആഴങ്ങൾ സ്പർശിച്ച ഒരു ദൈവസാന്നിധ്യമാണ്. ആ വചനമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അല്പസമയം. എന്നാൽ ദൈവം പറയുന്നത്,
യഹോവ എൻ്റെ ഇടയനെന്ന്, അതായത് എനിക്ക് താങ്ങും തണലുമായി യഹോവ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളുടെ കുടുംബത്തിനകത്ത് താങ്ങും തണലുമായി ഈ ആപത്തോളം വന്നെങ്കിലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിലും ദൈവം ഞങ്ങളെ ഒരു നാളും കൈവിടാതെ ഉപേക്ഷിക്കാതെ ഞങ്ങളെ എത്രത്തോളം പരിപാലിച്ചു. നിൻ്റെ സ്വസ്ഥതയുള്ള വെള്ളത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മസാന്നിധ്യം, ആ പരിശുദ്ധി ആത്മാവ്, ദൈവം പറയുന്നു എൻ്റെ ശരീരം കൊണ്ട് ദൂരസ്ഥനാണെങ്കിലും എൻ്റെ ആത്മാവോ നിങ്ങളുടെ കൂടെയുണ്ട്. ആ ആത്മാവ് എന്ന പരിശുദ്ധി ആത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുള്ളതുകൊണ്ട് നിന്നെ ഒരു നാളും ഞാൻ കൈവിടാതെ ഉപേക്ഷിക്കാത്ത എന്നതിൻ്റെ പേര്. നിൻ്റെ വശത്ത് 1000 പേരും നിൻ്റെ വലതു വശത്ത് 10,000 പേരും എങ്കിലും അതും നിന്നോട് അടുത്ത് വരികയില്ല. എന്നാൽ അതുപോലെയാണ് എൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വന്നെങ്കിലും, ജീവിതത്തിൽ പല ഘട്ടങ്ങൾ വന്നെങ്കിലും അതിൽ നിന്നും എന്നെ മാറ്റി നിർത്തി എൻ്റെ സർവശക്തനായ ദൈവം അവിടെ നിന്ന് മാറ്റി നിർത്തി എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല എൻ്റെ കുടുംബത്തിലും ദൈവം അനുഗ്രഹിച്ചു. ഇതുപോലെ നിങ്ങളുടെ മേലും ഈ ദൈവ സാന്നിധ്യത്തിൽ നിങ്ങളെ ഒരു നാളും കൈവിടാതെ ഉപേക്ഷിക്കാതെ എൻ്റെ സർവശക്തനായ ദൈവം എന്നെ രക്ഷിച്ചെങ്കിൽ നിങ്ങളെയും തീർച്ചയായും രക്ഷിക്കും. കർത്താവിൽ ഇത്രത്തോളം ഞങ്ങളെ ശ്രേണമായി പരിപാലിച്ച ആ കർത്താവായ യേശു ക്രിസ്തുവിന് എത്ര നന്ദി പറഞ്ഞാൽ മതി വരാത്ത ആ സ്നേഹം, ആ വാത്സല്യം, ആ സന്തോഷം, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നതെന്ന് പറഞ്ഞതുപോലെ ആ വചനം പോലെ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു. ആ കുടുംബജീവിതത്തിലും എനിക്കും ആ സമാധാനം ഇപ്പോൾ നിലകൊണ്ടുകൊണ്ട് ഈ സാക്ഷ്യം നിങ്ങൾക്കും ഒരു അനുഗ്രഹമാകട്ടെ. എന്നിൽ കൂടെ കേൾക്കുന്ന സകല വ്യക്തികളും ദൈവം നിങ്ങളെയും എന്നെ അനുഗ്രഹിച്ചെങ്കിൽ, എന്നെ നല്ലൊരു വിടുതലാക്കിയെങ്കിൽ, എന്നെ ശക്തനാക്കിയ ദൈവത്തിന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അതുപോലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കും, വിടുതൽ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷികൾ എഴുന്നള്ളുന്നു. മരണത്തിൻ്റെ കയങ്ങളിൽ നിന്നും കരം പിടിച്ചുയർത്തിയ യേശുവിനെക്കുറിച്ച് പറയുവാൻ പ്രേംകുമാറിന് ഇന്ന് യാതൊരു മടിയുമില്ല. കൂരിരുൾ മൂടിയ പാതകളിലും ദിവ്യപ്രകാശം ചൊരിയുന്ന സ്നേഹനാഥൻ്റെ സാന്നിധ്യമാണ് പ്രേംകുമാറിൻ്റെ ജീവിതയാത്രയിലെ കാവൽ വിളക്ക്. പ്രിയമായി നടക്കുന്നു